ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മണ്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും കഥയാണ്. ഈ കഥ പറഞ്ഞിരിക്കുന്നത് പണ്ട് ഇറ്റലിയിൽ നിന്ന് വന്ന് തമിഴ്നാട്ടിൽ താമസമാക്കിയ ഒരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വീരമുനൈവർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയൊരു കഥയാണിത്. അപ്പോൾ ഈ കഥയിൽ ഒരാളുണ്ട്, അയാളുടെ പേര് പരമാർത്ഥം എന്നാണ്. ഈ പരമാർത്ഥം ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഒരു ഗ്രാമത്തിൽ വളരെ ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ. അയാൾ ഒരിക്കൽ ക്ഷേത്രത്തിൽ പോയി. കുറച്ച് പ്രായമുള്ള ആളാണ് ഈ പരമാർത്ഥം. അപ്പോൾ കുറച്ച് താടിയും മുടിയൊക്കെ ഉണ്ട്, അതൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അയാളൊരു കാവ്യമുണ്ട് പുതച്ചുകൊണ്ടാണ് തിരിച്ച് നടന്നു വന്നത്. ഇയാളിങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇയാൾ ഒരു വലിയ സന്യാസിയാണ് എന്ന് കരുതിയ ആ ഗ്രാമത്തിലെ ഒരു 5 പേര് ഓടിച്ചെന്ന് ഇയാളുടെ കാൽക്കൽ വീണിട്ട്, മഹാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിൽ ഈ പരമാർത്ഥം ഇവരുടെ തലയിൽ കൈവച്ചിട്ട് ശരി ശരി ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 5 പേരും എഴുന്നേറ്റ് പരസ്പരം നോക്കിയിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. വഴക്കിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഗുരു ഒരു കൈ കൊണ്ട് തലയിൽ വെച്ചല്ലോ, അപ്പോൾ എൻ്റെ തലയിലാണ് കൂടുതൽ വിരലുകൾ പതിച്ചത്, അതുകൊണ്ട് എനിക്കാണ് അനുഗ്രഹം കിട്ടിയത് എന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയാം അല്ല എൻ്റെ തലയിലാണ് കൈവച്ചത്, അതുകൊണ്ട് എനിക്കാണ് അനുഗ്രഹം കിട്ടിയെന്ന്. മൂന്നാമത്തെ ആൾ ഇത് തന്നെ പറയാം. അങ്ങനെ ഇവർ 5 പേരും കൂടെ ആർക്കാണ് അനുഗ്രഹം കൂടുതൽ കിട്ടിയത് എന്ന പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. പരമാർത്ഥം ഇത് കണ്ട് ആകെ പകച്ച് നിന്നുപോയി. അപ്പോൾ ഇവർ ഇദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിട്ട് അങ്ങ് തന്നെ പറയൂ ഗുരു, അങ്ങ് ആരെയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് എന്ന് ചോദിച്ചു. പരമാർത്ഥം ആകെ വിഷമിച്ചു പോയി. ആരുടെ പേര് പറയും? അദ്ദേഹത്തിന് ഈ 5 പേരെ അറിഞ്ഞുകൂടാ. ആരെയാണോ കൂടുതൽ അനുഗ്രഹിച്ചത് എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ അയാളോട് വിരോധമുള്ളവരാവും. ഇവർ തമ്മിലുള്ള വഴക്ക് കൂടും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ഏറ്റവും വലിയ മണ്ടൻ അയാളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും പറയാൻ തുടങ്ങി, നോക്ക് ഞാനാണ് വലിയ മണ്ടൻ, അതുകൊണ്ട് അദ്ദേഹം എന്നെയാണ് അനുഗ്രഹിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാം അല്ല ഞാനാണ് മണ്ടൻ, അനുഗ്രഹമല്ല എനിക്കാണ് കിട്ടിയത്. മൂന്നാമത്തെ ആൾ ഇത് തന്നെ പറയും, നാലാമത്തെ ആൾ ഇത് തന്നെ പറഞ്ഞു, അഞ്ചാമത്തെ ആൾ ഇത് തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും അഞ്ചാമത്തെ ആളും ഇത് തന്നെ പറഞ്ഞു. ഇവർ പിന്നെയും വഴക്കായി. അപ്പോൾ പരമാർത്ഥം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ലോകത്തുള്ള മനുഷ്യരെല്ലാം മണ്ടന്മാരല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരേ അനുഗ്രഹമാണ് ഞാൻ തന്നത്. അപ്പോൾ ഇവർ 5 പേരും പറഞ്ഞു, ആ കൊള്ളാവല്ലോ ഗുരു, ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർത്തു, എത്ര വലിയ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്, ലോകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണെന്നും വിഡ്ഢികളാണെന്നും അങ്ങ് തിരിച്ചറിഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങളിനി അങ്ങയുടെ ശിഷ്യന്മാരാകാൻ പോവാണ്. ഞങ്ങളിനി മുതൽ അങ്ങ് പറയുന്നത് മാത്രം കേട്ട് അങ്ങയുടെ പിന്നാലെ നടക്കും. ഞങ്ങളൊരു ഗുരുവിനെ തേടി ഇങ്ങനെ നടക്കായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ വന്നത്. പരമാർത്ഥം ആകെ വിഷമിച്ചു പോയി. വെറുതെ നടന്ന തനിക്കിതായി ഇപ്പോൾ 5 ശിഷ്യന്മാരായിരിക്കുന്നു. ശിഷ്യന്മാരാണെങ്കിൽ താണു വീണ് ഗുരുവിനെ വണങ്ങി. എന്നിട്ട് പരമാർത്ഥത്തിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പരമാർത്ഥം കുറച്ച് ദൂരം നടന്നു, ഇവർ പിന്നാലെ നടന്നു. പിന്നെ പരമാർത്ഥം ഇങ്ങനെ കാവ്യമൊക്കെ പൊതിച്ച് മുന്നേ നടക്കുന്നതും 5 പേര് തലയും കുമ്പിട്ട് പിന്നാലെ നടക്കുന്നതും കണ്ടപ്പോൾ പരമാർത്ഥത്തിന് എന്തോ വലിയ അനുഗ്രഹം കിട്ടിയെന്ന് ആൾക്കാരൊക്കെ വിചാരിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ അവർ പോയി ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ചു. ഭക്തരൊക്കെ വന്നു തുടങ്ങി, പണമൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ അവർ 6 പേരും കൂടി ഈ ആശ്രമത്തിൽ താമസമായി. ശിഷ്യന്മാരെ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തെ പറ്റിയുള്ള വലിയ ഗഹനമായ ചോദ്യങ്ങളൊക്കെ ഗുരുവിനോട് ചോദിക്കും. ഗുരു അതിന് തനിക്ക് വായി തോന്നിയ ഉത്തരങ്ങളൊക്കെ പറയുകയും ചെയ്യും. കൃത്യമായ ഒരു മറുപടി ശിഷ്യന്മാർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇതൊക്കെ വളരെ ശരിയായ കാര്യമാണെന്ന് ശിഷ്യന്മാരങ്ങ് വിചാരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരിക്കൽ അവർ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ജീവൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഗുരു പറഞ്ഞു, ജീവനുള്ള വസ്തുക്കൾ കാണുന്ന എന്താണോ അതാണ് ജീവൻ. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ജീവനുള്ളവയെ എങ്ങനെ തിരിച്ചറിയാം? ഗുരു പറഞ്ഞു, ജീവനുള്ളവ അനങ്ങും. നോക്ക്, മരത്തിലേക്ക് നോക്ക്, കാറ്റടിക്കുമ്പോൾ മരത്തിൻ്റെ ഇലകൾ അനങ്ങുന്നത് കണ്ടോ? മരത്തിന് ജീവനുള്ളത് കൊണ്ടാണ് ഇലകൾ ഇങ്ങനെ അനങ്ങുന്നത്. അതുപോലെ ജീവനുള്ള എല്ലാ വസ്തുക്കളും അനങ്ങും. അങ്ങനെയാണ് നമുക്ക് ജീവനുള്ളവയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശിഷ്യന്മാർ വളരെ അത്ഭുതത്തോട് പറഞ്ഞു, ഗുരു എത്ര ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അയ്യോ, അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ 5 ശിഷ്യന്മാർക്ക് പേരുണ്ട് കേട്ടോ. ആ പേര് മദ്ദി, മദ്യ, മിൽച്ച, മൂട, പെദ്ദ എന്നായിരുന്നു ഈ ശിഷ്യന്മാരുടെ 5 പേരുടെയും പേരുകൾ കേട്ടോ. അങ്ങനെ ഈ 5 ശിഷ്യന്മാരും ഗുരുവും കൂടി ഒരിക്കൽ ഒരു യാത്ര പോയി. ഇങ്ങനെ ജീവിതത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞുമാണ് യാത്ര. രാത്രിയായപ്പോൾ അവർ നദിയുടെ കരയിലെത്തി. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഈ നദി ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? അപ്പോൾ ഗുരു നോക്കിയിട്ട് പറഞ്ഞു, അതാ നോക്ക്, നദി ഒഴുകുന്നത് കണ്ടോ, അനക്കം കണ്ടോ? അത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ജീവനുണ്ട്. നദിക്ക് നമ്മൾ പേരിടാറില്ലേ, മനുഷ്യരുടെ പേരല്ലേ ഇടുന്നത്. അപ്പോൾ നദിക്ക് ജീവനുണ്ടല്ലോ. നമ്മളെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നദിക്ക് അനക്കമില്ലാന്ന് തോന്നിയാലും സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും
നദിക്ക് ചെറിയ അനക്കമുണ്ട്, അതുകൊണ്ട് നദിക്ക് ജീവനുണ്ട്. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അപ്പോൾ ഗുരു, നമ്മൾ ഈ നദി മുറിച്ച് കടന്നാലേ നദിക്ക് ദേഷ്യം വരുമോ അതോ ഇല്ലയോ? അപ്പോൾ ഗുരു പറഞ്ഞു, ചിലപ്പം ദേഷ്യം വരും, നദിയല്ലേ, നമ്മൾ 6 പേരും കൂടെ ഈ നദിയിലിറങ്ങി ഇങ്ങനെ കടക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൽ ദേഷ്യം വന്നെന്നിരിക്കും. അതിനെ ശല്യപ്പെടുത്താതെ അത് ഉറങ്ങുമ്പോൾ മുറിച്ച് കിടക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാത്തിരിക്കാം, നദി ഉറങ്ങുന്നത് കാത്തിരിക്കാം. നദി ഉറങ്ങുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഗുരു പറഞ്ഞു, സാധാരണ അനങ്ങുന്നതിനേക്കാളും പതുക്കെ ആയിരിക്കും അപ്പം നദിയുടെ അനക്കം. അങ്ങനെ നമുക്ക് നോക്കിയിരുന്ന് നദിയുടെ അനക്കം കുറയുമ്പം പതുക്കെ നദി മുറിച്ച് കിടക്കാം. അങ്ങനെ ഇവർ 6 പേരോട് നദിക്കരയിൽ കുത്തിയിരുന്നു നദി ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കാം, നദി ഉറങ്ങിയെന്ന് നോക്കാം. അപ്പോൾ ഇരുട്ടത്ത് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഒരു ചെറിയ തീപ്പന്തം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തീപ്പന്തമാണ് കയ്യിലുള്ളത്. എണ്ണയൊക്കെ ഒരു കമ്പിൻ്റെ അറ്റത്ത് തുണിയൊക്കെ ചുറ്റി അതിൽ എണ്ണയൊക്കെ മുക്കി ഈ പന്തം കത്തിച്ചുകൊണ്ടാണ് ഇവർ നടന്നു വന്നിരുന്നത്. അതവിടെ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ശിഷ്യൻ പതുക്കെ ഈ പന്തം എടുത്ത് പതുക്കെ നദിയുടെ അടുത്ത് ചെന്നിട്ട് അത് വെള്ളത്തിലൊന്ന് തൊട്ട് നോക്കി. അപ്പോൾ ഷ് എന്നൊരു ശബ്ദത്തോടെ ഈ തീപ്പന്തം കെട്ടു. അപ്പോൾ ഈ ശിഷ്യൻ ഓടിച്ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, യോ, നദി ഭയങ്കര ദേഷ്യത്തിരിക്കുക, ഞാൻ അതിനെ തീ കൊണ്ട് തൊട്ടപ്പോഴത്തേക്ക് അത് ഷിൻ്റെ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഗുരു ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു അതിനെ തീ കൊണ്ട് കുത്താൻ? അതിന് നല്ല ദേഷ്യമായി കാണും, നമ്മളിനി കാത്തിരുന്നേ പറ്റൂ, നല്ലവണ്ണം ഉറങ്ങിയിട്ട് നമ്മൾ നദി മുറിച്ച് കടന്നില്ലെങ്കിൽ നമുക്ക് അപകടം വരും. അങ്ങനെ അവർ വീണ്ടും നദിയുടെ കരയിൽ കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വന്ന വഴി കൂടെ ഒരാൾ ഒരു കുതിരപ്പുറത്ത് വേഗത്തിൽ വരുന്നത് കണ്ടു. ഈ കുതിരപ്പുറത്ത് വന്ന ആൾ ആ കുതിര ഓടിച്ച് നദിയിലിറങ്ങി നദി മുറിച്ച് കടന്ന് അക്കരെ അങ്ങ് പോയി. ഇത് കണ്ടപ്പോൾ ഈ ഗുരുവും ശിഷ്യന്മാരും വാ പൊളിച്ച് പോയി. അയ്യോ, ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദാ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് നദി കടക്കുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു, നദി ഉറങ്ങിയെന്നാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഈ കുതിരക്കാരൻ ഇങ്ങനെ കടക്കത്തില്ല. അപ്പോൾ വേറൊരു ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നേരത്തെ കെട്ടുപോയ ആ പന്തം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് ആ പന്തത്തിൻ്റെ കുറ്റി എടുത്തുകൊണ്ട് പോയി വെള്ളത്തിലൊന്ന് മുക്കി. ഇത്തവണ തീയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോൾ അയാൾ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, നദി ഉറങ്ങി, ഞാൻ കുത്തി നോക്കിയിട്ട് അനക്കമൊന്നുമില്ല. അങ്ങനെ 6 പേരും കൂടെ പയ്യെ നദി കടന്നു. ഒരു ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ കാലടി വെച്ചാണ് 6 പേരും കൂടെ നദി കടന്നത്. വളരെ പതുക്കെ ഇങ്ങനെ നദി കടന്ന് അവർ അക്കരെ ചെന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു. അക്കരെ കയറി മുണ്ടൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, മധ്യ, നീ ഒന്ന് നോക്കിക്കേ, നമ്മൾ 6 പേരും ഉണ്ടോയെന്ന്, ആരെങ്കിലും നദി നഷ്ടപ്പെട്ടു പോയെന്ന് അറിയണമല്ലോ. അപ്പോൾ മധ്യ എണ്ണാൻ തുടങ്ങി. 1 ഗുരു, 2 മൂട, 3 പെദ്ദ, 4 മെച്ച, 5 മദ്ദി. അയ്യോ, ഒരാളെ കാണുന്നില്ല. അപ്പോൾ മദ്ദി എണ്ണാൻ തുടങ്ങി. 1 ഗുരു, 2 മധ്യ, 3 മൂട, 4 പെദ്ദ, 5 മിൽച്ച. അയ്യോ, ഒരാളെ കാണുന്നില്ല. ഇങ്ങനെ 6 പേര് എണ്ണുന്നവരാരും അവരവരെ എണ്ണുന്നില്ല, ബാക്കിയുള്ള 5 പേരെ എണ്ണും. എന്നിട്ട് പറയും, അയ്യോ, ഒരാളെ കാണുന്നില്ല എന്ന്. എന്നിട്ട് 6 പേരിവിടെ നദിക്കരയെ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അതുവഴി ഒരാൾ വന്നു. അയാൾ നോക്കുമ്പോൾ 6 പേര് നദിയുടെ കരയെ കുത്തിയിരുന്ന് കരയുന്നു. അയാൾ ചോദിച്ചു, അയ്യോ, നിങ്ങളെന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നേ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ 6 പേര് ഒരുമിച്ച് നദി കടന്നതാണ്, പക്ഷേ ഒരാളെ ഇപ്പം കാണുന്നില്ല, ഞങ്ങൾ എത്ര എണ്ണി നോക്കിയിട്ടും 5 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത്. ഈ വന്ന ആൾക്ക് മനസ്സിലായി ഇവർ 6 പേരും മണ്ടന്മാരാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ എത്തേണ്ടടുത്തെത്തി. നിങ്ങൾ എൻ്റെ മുന്നിൽ തന്നെ വന്നല്ലോ. ഞാനൊരു വലിയ മന്ത്രവാദിയാണ്, എനിക്ക് മന്ത്രം ചൊല്ലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷേ എനിക്ക് പ്രതിഫലം വേണം, നിങ്ങൾ എന്ത് തരും എനിക്ക്? അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ നിനക്ക് 50 സ്വർണ്ണ നാണയം തരാം, എനിക്ക് എൻ്റെ ശിഷ്യനെ തിരിച്ചു വേണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇടക്കാലൊരു വടി ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മാന്ത്രിക വടി കൊണ്ടൊരു അടി തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ച് പറയണം, അതോടെ നിങ്ങൾ നഷ്ടപ്പെട്ട ആൾ തിരിച്ചു വരും. അങ്ങനെ ഇയാൾ പതുക്കെ ഈ വടിയെടുത്തു. ആദ്യം മദ്യയുടെ പുറകിൽ ചെന്നു, ഒറ്റ അടി വെച്ച് കൊടുത്തു. അപ്പോൾ മദ്യ, ഓ മദ്യ എന്ന് വിളിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ആളുടെ പുറത്ത് ചെന്നു, ഒറ്റ അടി വെച്ച് കൊടുത്തു. ഓ മിൽച്ച എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾക്ക് അടിച്ചു, ഓ മദ്യ. 4 പെദ്ദ. 5-ാമത്തെ ആൾ മൂട. 6-ാമത് ഓ ഈശ്വരാ പരമാർത്ഥം. അപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു, ഇപ്പോൾ 6 പേരായല്ലോ. ഗുരു പറഞ്ഞു, ശരി 6 പേരായി, സന്തോഷം, എന്താ 50 സ്വർണ്ണ നാണയങ്ങൾ പിടിക്ക്. അങ്ങനെ ഇയാൾക്ക് 50 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു വിട്ടു. ഒരു 6 പേരുടെ യാത്ര തുടർന്നു. ഇന്നത്തെ കാണി നന്നായി, ഈ മണ്ടന്മാരുടെ കയ്യിൽ നിന്ന് 50 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് മന്ത്രവാദി ചമഞ്ഞ് വന്ന ആൾ ആ പൈസയും കൊണ്ട് രക്ഷപ്പെട്ടു.
അങ്ങനെ ഗുരുവും ശിഷ്യന്മാരും കൂടെ വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോഴേക്ക് നല്ല വെയിൽ, ഭയങ്കര വെയിലത്ത് നടന്ന് കാല് കഴിക്കുന്നു. അപ്പോൾ ഗുരു ഇവരോട് പറഞ്ഞു, എനിക്കങ്ങ് കാല് കഴിക്കുന്നു, നമുക്കൊരു കുതിര ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കുതിരപ്പുറത്ത് പോകാമായിരുന്നല്ലോ. നമ്മൾ ആ നദിയുടെ കരയിൽ കാത്തിരുന്നപ്പം നിലാവത്ത് ഒരാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു ഒരു കുതിര വാങ്ങാൻ, എനിക്ക് ഒരു കുതിരയെ വാങ്ങണം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു അങ്ങനെ ആഗ്രഹിച്ചതല്ലേ, ഉറപ്പായിട്ടും നമുക്കൊരു കുതിരയെ വാങ്ങണം. മുന്നോട്ട് പോകുന്ന വഴിക്ക് എവിടെ കുതിരയെ കണ്ടാലും നമുക്ക് വാങ്ങണം. അങ്ങനെ പോകുമ്പോൾ ഒരു വയലിൻ്റെ കരയിലെത്തി. അവിടെ കുറേ കുതിരകൾ നിൽക്കുന്നു. മാത്രമല്ല കുറേ കുതിരമുട്ടകളും കിടക്കുന്നു. ശിഷ്യന്മാരും ഗുരുവും കൂടെ ഓടിച്ചെന്നു. ദാ കുതിരമുട്ട കിടക്കുന്നു, കുതിരയ്ക്ക് വലിയ വിലയാണ്, ഒരു കുതിരമുട്ട മേടിക്കുവാണെങ്കിൽ ലാഭമാണ്. ശരിക്കും ഇവർ കുതിരമുട്ടകൾ എന്ന് പറയുന്നത് മത്തങ്ങകളെയാണ്. അവിടെ കുറേ മത്തങ്ങകൾ വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. മത്തൻ്റെ ഒരു തോട്ടമായിരുന്നു അവിടെ. ഈ തോട്ടത്തിനടുത്ത് കുറേ കുതിരകളെ കെട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ മണ്ടന്മാർ 6 പേരും കൂടി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാരോട് ചോദിച്ചു, ഞങ്ങൾക്ക് കുതിരമുട്ട തരുമോയെന്ന്. ആദ്യം ഈ കൃഷിക്കാർക്ക് മനസ്സിലായില്ല എന്തായി ചോദിക്കുന്നതെന്ന്. പിന്നാണ് ഈ മണ്ടന്മാർ മത്തങ്ങയ്ക്കാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ പറഞ്ഞു കുതിരമുട്ടകൾ ഇപ്പം അപ്പോൾ അവർ പറഞ്ഞു കുതിരമുട്ടകൾക്ക് ഇപ്പം ഭയങ്കര വിലയാണ്, എന്തായാലും നിങ്ങൾ എന്താ വില തരാൻ പോകുമെന്ന് പറയാം, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം അത് വിൽക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു ഞങ്ങൾ 100 സ്വർണ്ണ നാണയങ്ങൾ തരാം. അപ്പോൾ ഈ കൃഷിക്കാർ പറഞ്ഞു അത് വലിയ നഷ്ടമാണ്, എന്നാലും ഒരു ഗുരുവല്ലേ വന്ന് ചോദിക്കുന്നത്, മാത്രമല്ല ശിഷ്യന്മാരും കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ 6 പേരും കൂടെ വന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞങ്ങളൊരു മുട്ട തരാം. അങ്ങനെ 100 സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിയിട്ട് ഇവരൊരു മുട്ട വാങ്ങി. മുട്ട എന്ന് പറഞ്ഞത് ഒരു മത്തങ്ങ. ഈ മത്തങ്ങ വാങ്ങിക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പം ഗുരുവിനോടൊരു ശിഷ്യൻ ചോദിച്ചു, ഗുരു ഈ മുട്ടയുടെ മേളിലെ ആരടയിരിക്കും? ഗുരു പറഞ്ഞു, ആരടയിരിക്കും? നമ്മളിൽ ആരെങ്കിലും ഒരാൾ അടയിരിക്കാതെ പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ഒട്ടും സമയമില്ല, കാരണം ഞാൻ എപ്പോഴും പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ, വിളക്ക് തേക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ പൂജയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനും മദ്യം കൂടാണ് എപ്പോഴും ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, പൂജയ്ക്കുള്ള പൂക്കൾ വാങ്ങണം, അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം, ഞങ്ങളെപ്പോഴും തിരക്കാം. അപ്പം നാലാമൻ പറഞ്ഞേ, ഞാനല്ലേ പാചകം ചെയ്യുന്നത്, എനിക്ക് ഒട്ടും സമയമില്ല. അഞ്ചാമൻ പറഞ്ഞു, ആശ്രമത്തിലേക്ക് വരുന്ന അതിഥികളെയൊക്കെ സ്വീകരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ലേ, എനിക്കും സമയമില്ല. ഇത് കേട്ട ഗുരു പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ അടയിരുന്നോളാം, ഞാനാകുമ്പോൾ എപ്പോഴും ഇരിക്കുമല്ലേ, എന്നെ കാണാൻ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇരുന്നാണല്ലോ അവരെ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ മുട്ടയുടെ മേളിലിരുന്നോളാം, അങ്ങനെ ഇരുന്ന് അടയിരുന്നോളാം. അങ്ങനെ ഗുരു മത്തങ്ങയുടെ മേളിൽ അടയിരിക്കാൻ തീരുമാനിച്ചു. ആശ്രമത്തിൽ ചെന്ന ഉടനെ ഈ മത്തങ്ങ വെച്ചിട്ട് മത്തങ്ങയുടെ മേളിൽ അടയിരിക്കണം എന്ന വിചാരത്തിൽ ഇവർ പതുക്കെ നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പം ഈ ശിഷ്യന്മാരാണ് ഇപ്പം മത്തങ്ങ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത്. അവർ പറഞ്ഞു, ഓ എത്ര കാലമായിട്ട് ഗുരു ഒരു കുതിര വേണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു, നമുക്ക് ലാഭത്തിന് കിട്ടി. മറ്റൊരാൾ പറഞ്ഞു, ശരിയാ, നമുക്ക് നല്ല ലാഭത്തിനൊരു കുതിരമുട്ട കിട്ടി. ഇങ്ങനെ വലിയ സന്തോഷം നടന്നപ്പോൾ വഴിയരികിലൊരു കല്ലുണ്ടായിരുന്നു. മത്തങ്ങ താങ്ങി പിടിച്ചുകൊണ്ട് വന്നിരുന്ന ശിഷ്യൻ്റെ കാല് തട്ടി അയാളൊന്ന് വീണു. മത്തങ്ങ ഉരുണ്ട് താഴേക്ക് പോയി. കുറച്ച് ദൂരേക്ക് മത്തങ്ങ തെറിച്ച് പോയി ഒരു കല്ലിന് മേലെ വീണ് പൊട്ടിപ്പോയി. ശിഷ്യന്മാരും ഗുരുവും കൂടെ ഓടിച്ചെന്നപ്പോൾ ഈ മത്തങ്ങ പൊട്ടിയ ശബ്ദം കേട്ട് കല്ലിനടിയിലിരുന്ന ഒരു മുയൽ ഓടിപ്പോകുന്നത് കണ്ടു. അത് ഭയങ്കര വേഗതയിൽ ഓടി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, അയ്യോ ദാ നമ്മുടെ കുതിരക്കുട്ടി ഓടിപ്പോകുന്നു, അത് പാകമാകുന്നതിന് മുമ്പ് പൊട്ടിപ്പോയതുകൊണ്ടല്ലേ, നോക്ക്. എല്ലാ ശിഷ്യന്മാരും കൂടെ മുയലിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. മുയലിനെ ഉണ്ടോ കിട്ടുന്നു. അവർ കാട്ടിലൂടെ കുറേ നേരം മുയലിൻ്റെ പിന്നാലെ ഓടി തട്ടി വീണു, മരക്കൊമ്പിൽ തലയിടിച്ചു, അങ്ങനെ ആകെപ്പാടെ പരിക്കൊക്കെ പറ്റി ഒരു വിധത്തിൽ മുയലിൻ്റെ പിന്നാലെ ഓടി ചെന്നപ്പോൾ അതൊരു മാളത്തിനുള്ളിലേക്ക് കയറി അങ്ങ് പോയി. അവർ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്ന്, അയ്യോ ഗുരു ഞങ്ങളോട് ക്ഷമിക്കണേ, എന്ത് നാണക്കേടായിപ്പോയി, അങ്ങ് ഞങ്ങളെ കുതിരമുട്ട സൂക്ഷിക്കാൻ ഏൽപ്പിച്ചായിരുന്നു, പക്ഷേ അത് പൊട്ടിപ്പോവുകയും ചെയ്തു, കുതിരക്കുട്ടി ഓടിപ്പോവുകയും ചെയ്തു. ഗുരു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടത് വലിയ ഭാഗ്യമായിപ്പോയി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്ര കുട്ടിയായിരിക്കുന്ന കുതിര ഇങ്ങനെ ഓടുമെങ്കിൽ അതിൻ്റെ മുട്ട വിരിയുമ്പോൾ അതെന്തൊരു ഓട്ടമായിരിക്കും, അതിൻ്റെ പുറത്തം കാണാൻ ഞാൻ കയറി ഇരുന്നിരുന്നെങ്കിൽ അതിൻ്റെ തല്ല് താഴെ ഇട്ടേനെ, അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ട. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ദാഹം. ഗുരു ഒരിടത്തിരുന്നു. ഒരു ശിഷ്യൻ പറഞ്ഞു, ഞാൻ പോയി കുറച്ച് വെള്ളം കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ അവൻ നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കുളം കണ്ടു. എന്നാൽ ആ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാമെന്ന് കരുതി അവന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ കുളത്തിനടുത്തായിട്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു കുതിരയുടെ പ്രതിമയുണ്ട്. അപ്പോൾ ഈ പ്രതിമയുടെ പ്രതിബിംബം ഈ വെള്ളത്തിൽ പതിയുന്നുണ്ട്. ശിഷ്യൻ കുതിരയുടെ പ്രതിമ കണ്ടില്ല, പക്ഷേ വെള്ളത്തിൽ പതിയുന്ന പ്രതിബിംബം കണ്ടു. വെള്ളം ഇങ്ങനെ അനങ്ങുന്നത് കൊണ്ട് ഈ പ്രതിബിംബം ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ശരിക്കും കുതിരയുടെ പ്രതിബിംബമാണെന്ന് ഈ ശിഷ്യന് മനസ്സിലായില്ല. വെള്ളത്തിനടിയിൽ ഒരു ഭൂതം ഉണ്ടെന്നാണ് അയാൾക്ക് തോന്നിയത്.
അയാൾ നില വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ബാക്കിയുള്ള ശിഷ്യന്മാരെ 4 പേരെയും വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 5 പേരും കൂടെ നോക്കുമ്പോൾ നദിയിൽ ഒരു ഭൂതം. അവർ പേടിച്ച് പറിച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അനക്കം നിന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ ഇത് ഭൂതമൊന്നുമല്ല, ഒരു കുതിരയാണ്, വെള്ളത്തിനടിയിൽ ഒരു കുതിരയുണ്ട്. അപ്പോൾ ബാക്കി 4 പേരും സൂക്ഷിച്ച് നോക്കി, നേരെ ആ വെള്ളത്തിനടി കുതിരയാണ്. അയ്യോ നമ്മുടെ കുതിരമട്ട പൊട്ടി, എന്തായാലും കുതിര കുട്ടിപ്പോയി. ഇപ്പം നമുക്ക് വെള്ളത്തിനടിയിൽ ഒരു കുതിര കിടക്കും, നിന്നെ പിടിച്ച് ഗുരുവിന് കൊടുക്കാം. എങ്ങനെ പിടിക്കും? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ വെള്ളം ഇങ്ങനെ അനങ്ങി. വെള്ളം അനങ്ങിയപ്പോൾ കുതിര ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് തോന്നി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ നമ്മൾ സംസാരിക്കുന്നത് കുതിര കേട്ടു, നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മനസ്സിലായി, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക, അതിനടുത്തോട്ട് പോവേണ്ട. അങ്ങനെ ഇവർ കുറച്ച് ദൂരെയൊക്കെ മാറി നിന്ന് കുതിരയെ പിടിച്ചുകൊണ്ട് പോകുന്നതിനെപ്പറ്റി ചർച്ച നടത്തി. അവസാനം ഈ കുതിരയെ ചൂണ്ടയിട്ട് പിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ തലയിൽ ഒരു തലപ്പാവ് അഴിച്ച് അത് കീറി ഒരു ചരടുണ്ടാക്കി. ചരടിൻ്റെ അറ്റത്ത് ഒരു വാള് കെട്ടിവെച്ചു. അത് കുതിരയ്ക്കുള്ള ചൂണ്ടക്കുളത്താണ്. എന്നിട്ട് ഈ ചൂണ്ടക്കുളത്തിനുള്ളിലേക്ക് ഇട്ടു. അപ്പോൾ ഈ നദിയുടെ അടിയിൽ ഒരു പാറക്കല്ലിലൊരു വിടവുണ്ടായിരുന്നു. ആ പാറക്കല്ലിൻ്റെ വിടവിൽ ഇവർ വെള്ളത്തിലേക്ക് ഇട്ട അരിവാൾ കുടുങ്ങി. അപ്പോൾ ഇവർ 5 പേരോട് പറഞ്ഞത്, കുതിര ചൂണ്ട വിഴുങ്ങിയിട്ടുണ്ട്, ഇനി വലിച്ചാൽ മാത്രം മതി, നമുക്കിപ്പോൾ കുതിരയെ കിട്ടും. അങ്ങനെ 5 പേരൂടെ ഈ ചൂണ്ടയെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അപ്പോൾ അതുവഴി ഒരാൾ വന്നു. ആ ആൾ നോക്കപ്പോൾ ഉണ്ട് 5 പേരെ വെള്ളത്തിലേക്ക് ഒരു ചരടിട്ട് വലിച്ചു പിടിച്ചേക്കുന്നു. അയാൾ ഞാൻ ചോദിച്ചു, എന്താ? അവർ പറഞ്ഞു, അയ്യോ പതുക്കെ സംസാരിക്കണേ, ഞങ്ങൾ കുതിരയെ ചൂണ്ടയിടുക, ഇതിനടിയിലൊരു കുതിരയുണ്ട്. ആ മനുഷ്യനെ ഞെട്ടിപ്പോയി. അയാൾക്ക് മനസ്സിലായി ഇവരെന്താ കാണിക്കുന്നതെന്ന്. അയാൾ യഥാർത്ഥത്തിലുള്ള കുതിരയുടെ പ്രതിമ അപ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞിരുന്നു. തമാശ കാണാം എന്ന് കരുതി അയാൾ നോക്കി നിന്നു. 5 പേരൂടെ ഈ ചരടിൽ പിടിച്ച് വലിച്ചു. നല്ല ആയത്തിൽ വലിച്ചപ്പോൾ ചരട് പൊട്ടി 5 പേരും കൂടെ മലന്നടിച്ച് താഴെ വീണു. ഈ കണ്ടു നിന്ന മനുഷ്യൻ ഉറക്ക ചിരിച്ചിട്ട് പറഞ്ഞു, മണ്ടന്മാരെ, നിങ്ങൾ പറഞ്ഞത് കുതിരയൊന്നുമല്ല, കുതിരയുടെ നിഴലാണ്. ഇതാ നോക്ക്, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു കുതിരയുടെ പ്രതിമയുണ്ട്, ആ നിഴലാണ് വെള്ളത്തിൽ വീഴുന്നത്. ശിഷ്യന്മാർ വിചാരിച്ചു, അയ്യോ അബദ്ധമായിപ്പോയി, ഞങ്ങളെന്ത് മണ്ടന്മാരാ, ഗുരു കൂടെ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്, ഗുരുവിനോട് ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ മണ്ടന്മാരോട് ഈ കുതിരയുടെ നിഴലാന്ന് പറഞ്ഞ ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഇപ്പോൾ ഒരു കുതിര? അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരുവും കൂടെ കുറച്ച് ദൂരെ ഒരു യാത്ര പോവാം, ഗുരു നടന്ന് ക്ഷീണിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുതിര വേണമെന്നുണ്ടായിരുന്നു, ഞങ്ങളൊരു കുതിരമുട്ട വാങ്ങി, അത് പക്ഷേ പൊട്ടിപ്പോയി. യുവമാർ ഭയങ്കര മണ്ടന്മാരാന്ന് ഈ മനുഷ്യന് മനസ്സിലായി. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യേ, എനിക്കൊരു കുതിരയെ വിൽക്കാനുണ്ട്, കുറച്ച് പ്രായമായ കുതിരയാണ്, എന്നാലും ഞാനത് നിങ്ങൾക്ക് തരാം, നല്ല വില തന്നാൽ മതി. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ഗുരുവിനോടൊന്ന് ചോദിക്കട്ടെ, ഇത്തവണ ഞങ്ങൾ ചൂണ്ടയിടാൻ വന്ന് ഗുരുവിനോട് പറയാതാ വന്നത്, അതുകൊണ്ട് അബദ്ധം പറ്റി, ഗുരുവിനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഇവർ പോയി ഗുരുവിനെ വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു ചാവാലി കുതിര നിൽപ്പുണ്ടായിരുന്നു, ഒരു ക്ഷീണിച്ച കുതിര. അവർ നല്ല വില കൊടുത്ത് ഈ കുതിരയെ വാങ്ങി. എന്നിട്ട് ഗുരുവിനെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി ശിഷ്യന്മാർ 5 പേരുടെ അവനെ നയിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ അവർ നടന്ന് ആ സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിനടുത്തെത്തി. എന്നിട്ട് അവരവിടെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് അവിടെ താമസം തുടങ്ങി. പക്ഷേ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ ആൾക്കാരൊക്കെ കേട്ടതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നില്ല. അവർക്ക് അധികം പണമൊന്നും കിട്ടിയില്ല. സാധാരണ അവരുടെ നാട്ടിലായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് പണം കിട്ടുന്നതായിരുന്നു. ഇവിടെ വളരെ കുറച്ച് പണമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പരമാർത്ഥ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കിവിടെ പണമൊന്നും കിട്ടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ഈ ഭക്തന്മാരുടെയൊക്കെ വീട്ടിലോട്ട് പോകാം, അവിടെ ചെന്ന് നമുക്ക് അവർക്ക് അനുഗ്രഹം കൊടുക്കാം, അപ്പോൾ അവർ നമുക്ക് പണം തരും. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പിറ്റേന്ന് ഗുരു ഒരു കുതിരപ്പുറത്ത് കയറിയിരുന്നു. ശിഷ്യന്മാർ കൂടെ പോയി എല്ലാവരുടെ ഈ ഭക്തന്മാരുടെ വീടുകളിലേക്ക് ചെന്ന് അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ദക്ഷിണയായിട്ട് പണം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിറങ്ങി. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഈ പരമാർത്ഥത്തിൻ്റെ തലയിലിരുന്ന തലപ്പാവ് താഴെ വീണുപോയി. പരമാർത്ഥം കുതിരപ്പുറത്തിരിക്കുകയല്ലേ, അപ്പോൾ പരമാർത്ഥം വിചാരിച്ചു ശിഷ്യന്മാരാരെങ്കിലും അത് എടുക്കുമെന്ന്. പക്ഷേ ഈ ശിഷ്യന്മാർ 5 പേരും ഈ തലപ്പാവ് എടുത്തില്ല. കുറേ ദൂരം ചെന്നപ്പോൾ നല്ല വെയിൽ. അപ്പോൾ പരമാർത്ഥം പറഞ്ഞു, എവിടെ എൻ്റെ തലപ്പാവ് എവിടെയെങ്കിൽ തന്നെ, നല്ല വെയിൽ, എൻ്റെ തലയിൽ വെയിൽ കൊള്ളുന്നു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അയ്യോ ഗുരു, അത് വീണിട്ട് ഒത്തിരി നേരമായല്ലോ, കുറേ പിന്നിലത് വീണത്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളെന്താ അത് എടുക്കാഞ്ഞത്? അത് താഴെ വീണപ്പോൾ എടുത്ത് കൈ പിടിക്കേണ്ടതല്ലായിരുന്നോ? അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, അയ്യോ ഞങ്ങളത് ചെയ്തില്ല ഗുരു, ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ ഓടി തിരിച്ചു പോകാം, പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നു വേണ്ട, എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയ അബദ്ധമായിപ്പോൾ, ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും താഴെ പോവാണെങ്കിൽ അതെടുത്ത് കൈ വെച്ചോണം, അല്ലാതെ ഇങ്ങനെ ചുമ്മാ നടന്നു വരരുത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ നമ്മുടെ കുതിര ഒന്ന് ചാണകം ഇട്ടു. കുതിര എപ്പോഴൊക്കെ ചാണകം ഇടുന്നു അപ്പോഴൊക്കെ ഈ ശിഷ്യന്മാരത് വാരിയെടുക്കും. ഗുരു തിരിഞ്ഞു നോക്കുമ്പോൾ ശിഷ്യന്മാർ കൈ നിറയെ ചാണകമായിട്ട് നടന്നു വരുന്നു. ഗുരു ചോദിച്ചു, ഈ ചാണകം എന്തിനാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് താഴെ വീഴുന്ന എല്ലാം എടുത്തുകൊണ്ട് വരുമെന്ന്. ഗുരു പറഞ്ഞു, അയ്യോ ഞാൻ ചാണകം എടുക്കാനല്ല പറഞ്ഞത്, ചില സാധനങ്ങൾ താഴെ വീഴുമല്ലോ, അതെടുത്തുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അതെന്തൊക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് പറ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ.
അങ്ങ് എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ള ഞങ്ങളുടെ ധർമ്മം. നേരത്തെ അങ്ങയുടെ തലപ്പാവ് പോയപ്പോൾ ഞങ്ങൾ എടുക്കാത്തതിന് അങ്ങ് വഴക്ക് പറഞ്ഞു. അങ്ങയുടെ കുതിര ചാണകം വിട്ടപ്പോൾ അത് എടുത്തതിന് അങ്ങ് വഴക്ക് പറയുന്നു. എന്തെടുക്കണം എന്തെടുക്കണ്ടെന്ന് പറഞ്ഞതാ. അപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്തൊക്കെ താഴെ വീണാൽ എടുക്കണം എന്ന്. അങ്ങനെ ഗുരു ഒരു എഴുത്തോല എടുത്ത് അതിൽ കുറേ സാധനങ്ങൾ എഴുതി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഈ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും താഴെ പോകണമെങ്കിൽ അതെടുത്തുകൊണ്ട് വരണം. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ നമ്മുടെ കുതിര ഒന്ന് തട്ടി ഒരു കല്ലിൽ. നമ്മുടെ ഗുരു തെറിച്ച് ഒരു കുളത്തിൽ വീണു. പോകുന്ന വഴിക്ക് ഒരു കുളത്തിൻ്റെ കരയെ വെച്ചാണ് ഇതിൻ്റെ കാല് തട്ടിയത്. അപ്പോൾ ഗുരു പെട്ടെന്ന് നിലവിളിച്ച്, മദ്ദി മൂടാ പെദ്ദ എന്നെ രക്ഷിക്ക്. ആരും വന്നില്ല. മിൽച്ചി എന്നെ രക്ഷിക്ക്. വന്നില്ല. അപ്പോൾ ഗുരു വിചാരിച്ചു, എന്താ എന്നെ ആരും രക്ഷിക്കാൻ വരാത്തത്? നോക്കുമ്പോൾ 5 പേരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന എഴുത്തോല വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗുരു ചോദിച്ചു, നിങ്ങളെന്താ വായിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്നെ രക്ഷിക്ക്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു അങ്ങ് എഴുതി തന്നിരിക്കുന്ന ഈ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഗുരുവിൻ്റെ പേരില്ല. തലപ്പാവുണ്ട്, ചെരുപ്പുണ്ട്, വടിയുണ്ട്, പണമുണ്ട്, പക്ഷേ ഗുരുവിൻ്റെ പേരില്ല. ഗുരു പറഞ്ഞു, അയ്യോ അത് നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. അപ്പോൾ വീണ്ടും പറയാണ്, ഇല്ല ഗുരു, ഇതിൽ അങ്ങയുടെ പേരില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അങ്ങ് എടുക്കുന്നത്? ഗുരു പറഞ്ഞു, ആ സാധനം നിങ്ങൾ ദൂരെ കള, എന്നിട്ട് എന്നെ രക്ഷിക്കേ. പക്ഷേ 5 പേരും ഈ സാധനം വായിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലാതെ രക്ഷിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ അവസാനം ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഞാൻ എഴുതി തന്ന ഓല ഇങ്ങോട്ട് താ, അതിൽ ഞാനൊരു കാര്യം എഴുതാൻ മറന്നുപോയായിരുന്നു, അതുകൂടെ എഴുതി തരാം. അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് ഇവർ ഓല എറിഞ്ഞു കൊടുത്തു. ഒരു വിധത്തിൽ അത് പിടിച്ച് അതിൽ ഗുരു എന്ന് എഴുതിയിട്ട് ഇയാൾ ഇത് തിരിച്ചെറിഞ്ഞു കൊടുത്തു. ഗുരുവിൻ്റെ പേര് കണ്ട 5 പേരോട് വെള്ളത്തിൽ ചാടി നീന്തി വന്ന് ഗുരുവിനെ രക്ഷപ്പെടുത്തി കരയെ കൊണ്ടുവന്നു. കരയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പരമാർത്ഥം വെള്ളം കുടിച്ച് അവശനായിരുന്നു. ശിഷ്യന്മാർ 5 പേരോടെ ഇയാളെ താങ്ങിപ്പിടിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി കട്ടിലേ കൊണ്ടുപോയി കിടത്തി. നല്ല പനിയുണ്ട്. അയാൾ പറഞ്ഞു, പണ്ടൊരു സന്യാസി എന്നെപ്പറ്റി ഒരു പ്രവചനം നടത്തിയിരുന്നു. ഞാൻ വെള്ളം കാരണം മരിക്കുമെന്ന് അതിൽ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഞാൻ പനി പിടിച്ച് മരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വെള്ളത്തിൽ വീണത്. അപ്പോൾ ഞാൻ മരിക്കാൻ പോവാണ്. എൻ്റെ മരണത്തിന് വേണ്ടി നിങ്ങളിനി കാത്തിരുന്നു, അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെന്നെ ആദ്യമേ രക്ഷപ്പെടുത്തണമായിരുന്നു. ഇനിയിപ്പോൾ മരണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യാനുള്ളൂ. ശിഷ്യന്മാർ ഗുരു എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗുരുവിൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് 5 പേരുടെ ആശ്രമത്തിന് പുറത്തിരുന്ന് ഗുരുവിൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ശിഷ്യന്മാരോട് പിണങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പരമാർത്ഥം നല്ല പനിയായത് കാരണം കിടന്ന് ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് ശിഷ്യന്മാർ വന്ന് നോക്കുമ്പോൾ ഗുരു നല്ല ഉറക്കം. ഉറങ്ങുകയാണെന്ന് ഇവർക്ക് മനസ്സിലായല്ലോ. ഗുരു മരിച്ചു പോയി എന്നാണ് വിചാരിച്ചത്. എല്ലാവരുടെ പെട്ടെന്ന് നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി, ഗുരു മരിച്ചുപോയി. എന്നിട്ട് ഒരു വെള്ള തുണിയൊക്കെ എടുത്ത് പൊതിഞ്ഞ് ഒരു മഞ്ചമൊക്കെ ഉണ്ടാക്കി അതിൽ ഗുരുവിനെ കിടത്തി ഇവർ ശ്മശാനത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. വലിയ പാട്ടുമൊക്കെ പാടി പൂജയൊക്കെ നടത്തിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ ശ്മശാനത്തിലെത്തി വലിയൊരു ചിതയൊക്കെ കൂട്ടി പരമാനന്ദത്തിനെ ഈ ചിതയിൽ വെച്ചു. എന്നിട്ട് തീ കത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ ചൂട് കാരണം പരമാനന്ദം ഉണർന്നു. നോക്കുമ്പോൾ തന്നെ വലിയൊരു ചിതയുടെ മേളിൽ വെച്ചേക്കാണ്. അയാൾ തന്നെ മേലെ വെച്ചിരിക്കുന്ന വിറകുകളെല്ലാം തട്ടി മാറ്റി അതിന് ചാടി എഴുന്നേറ്റു. ആദ്യം പേടിച്ചു പോയി ശിഷ്യന്മാർ. അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് അവർ കുറച്ച് ഓടി. അത് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്ങളുടെ മരിച്ചുപോയ ഗുരുദ ചിതയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിൻ്റെ പുനർജന്മം കിട്ടിയെന്ന് തന്നെ അവർ വിചാരിച്ചു. ഓടിപ്പോയ ജനങ്ങളും ശിഷ്യന്മാരും ഓടി വന്നു. എന്നിട്ട് അവർ വലിയൊരു പല്ലക്കൊക്കെ ഉണ്ടാക്കി പരമാനന്ദത്തിനെ ആ മഞ്ചത്തിലെടുത്ത് വെച്ച് നേരെ ആശ്രമത്തിലേക്ക് പോയി. വലിയ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അവർ പരമാനന്ദത്തിനെ അവിടെ വാഴിച്ചു. അങ്ങനെ മണ്ടനായ പരമാനന്ദവും മണ്ടന്മാരായ ശിഷ്യന്മാരും വളരെ കാലം ആ ആശ്രമത്തിൽ സുഖിച്ച് വാണു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.